ഹായ് ഫ്രണ്ട്സ്, ബികോമിൻ്റെ മേജർ പേപ്പർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് നമ്മൾ കോമൺലി മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടാവും. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമുക്കൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാനേജ്മെൻറ്റ് ടീം എവിടെയാണ് ഉണ്ടാവുക. ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാണ് മാനേജ്മെൻറ്റ്. അവരെന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള ആൾക്കാർക്ക് ഡ്യൂട്ടീസ്, വർക്ക്സ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അതൊക്കെ ഫങ്ഷൻ ചെയ്യിപ്പിച്ച് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ടീം ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് വിച്ച് ഇസ് നെസസറി ഇൻ ആ ഡേ ടു ഡേ ലൈഫ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനികളിൽ മാത്രം വേണ്ടുന്ന ഒരു ഫംഗ്ഷനാണോ? അല്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിലും നമുക്ക് ആവശ്യമുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് മാനേജ്മെൻറ്റ്. അതായത് നമ്മളുടെ വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫിലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് ഡിസിപ്ലിൻ ആണ് എന്ന് പറയുന്നത്. ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് മാനേജ്മെൻറ്റ്. എനിക്ക് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. മറ്റുള്ളവരെ കൊണ്ട് ആക്ടിവിറ്റീസും ഫങ്ഷൻസും ഒക്കെ ചെയ്യിപ്പിച്ച് ഓർഗനൈസേഷൻസിൻ്റെ ഗോൾസ് എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവ് ആയിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. അതൊരു ഗ്രോയിങ് ഡിസിപ്ലിനാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. നമ്മളെല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിൽ നെസസറി ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ലീഡർഷിപ്പ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ടേമും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. ഇനി കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലീഡർഷിപ്പ് ഇസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഇസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ്, ഡയറക്റ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദി പീപ്പിൾ ടു ഡു ദിയർ ബെസ്റ്റ് ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് സ്പെസിഫിക് ഗോൾസ്. സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസോ ഒബ്ജക്റ്റീവ്സോ ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പീപ്പിളിനെ ഗൈഡ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആളുകളെ കൊണ്ട് അവരുടെ ബെസ്റ്റ് പുറത്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ്. ഇനി ലീഡർഷിപ്പ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരുപാട് ലീഡേഴ്സിനെ അറിയാം അല്ലേ? ഈ ലീഡേഴ്സിന് എല്ലാവർക്കും തന്നെ ഒരേ സ്റ്റൈലാണോ? അവർ ഫങ്ഷൻ ചെയ്യുന്ന സ്റ്റൈലിൽ ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. അതോറിറ്റേറിയൻ ലീഡർഷിപ്പിൻ്റെ വേറൊരു പേരാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഡയറക്റ്റീവ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ മൊണോതെറ്റിക് ലീഡർഷിപ്പ്. അങ്ങനെ ഒരുപാട് പേരിലാണ് ഈ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് അറിയപ്പെടുന്നത്. ഈ ഒരു അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈലിലുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ മേലെ കംപ്ലീറ്റ് കൺട്രോൾ വെക്കും. ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും അവരുടെ കൺട്രോളിലൂടെ നടക്കണം, അവരുടെ ഡിസിഷനിലൂടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഈ ഒരു സ്റ്റൈലിലുള്ള ലീഡേഴ്സ് ഡിസിഷൻ എല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഡിസിഷൻസ് കംപ്ലീറ്റ് അവർ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. മറ്റുള്ള ആരെയും തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടാവില്ല. ഇതിൽ ലീഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസൊക്കെ സബോർഡിനേറ്റ്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് അനുസരിപ്പിക്കുക, അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റൈലിൽ ലീഡേഴ്സ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺട്രോൾ ആയിരിക്കും സബോർഡിനേറ്റ്സിൻ്റെ മേലെ. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ സെൻട്രലൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ആണ് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നത്. സ്റ്റൈലിന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ്. മറ്റാരെയും തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് തന്നെ മാനേജേഴ്സിന് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർ തനിയെ എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് പേരെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം എടുക്കുമല്ലോ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സിന് ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ മൊത്തം ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളൊരു എൻവയൺമെൻറ്റ് ആയിരിക്കും. കാരണം എംപ്ലോയീസിൻ്റെ മേലെ സ്ട്രിക്റ്റ് കൺട്രോൾ വരുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അവർക്ക് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മൊറയിൽ ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ വഴക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ എംപ്ലോയീസിന് കംപ്ലീറ്റ് ഫ്രീഡം മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതിൽ വലിയ ഡയറക്ഷൻസോ അല്ലെങ്കിൽ ഓർഡേഴ്സോ ഒന്നും തന്നെ മാനേജേഴ്സ് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നില്ല. സബോർഡിനേറ്റ്സിനൊരു എല്ലാം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാകും. സബോർഡിനേറ്റ്സിന് സ്വന്തമായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ തന്നെയുള്ള കംപ്ലീറ്റ് ഫ്രീഡം തന്നെ ഈ ഒരു മെത്തേഡിൽ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. ലീഡേഴ്സിനാകെ ഒരു മൈനർ റോൾ, ചെറിയൊരു റോള് മാത്രമേ ലീഡർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം തന്നെ സബോർഡിനേറ്റ്സ് തനിയെയാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസസ് ഫെയർ എന്നൊക്കെ പറയുന്നത്. ഈ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിൻ്റെ വേറെ പേരാണ് പെർമിസീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. അടുത്തത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന് മറ്റൊരുപാട് പേരുകളുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ, അതേപോലെ തന്നെ കൺസൾട്ടേറ്റീവ്, ഐഡിയോഗ്രാഫിക്, അങ്ങനെ ഒരുപാട് പേരുകളിലാണ് ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ അറിയപ്പെടുന്നത്. ഈ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് മാക്സിമം അവരുടെ സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്യും. അതായത് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊക്കെ ഇവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് മാക്സിമം എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. എല്ലാവർക്കും തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് കമ്പനിയിലെ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനിയിലുള്ള മറ്റ് എംപ്ലോയീസിനൊക്കെ കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ജോലി ചെയ്യുന്നതിൽ. അതേപോലെ തന്നെ അവരുടെ കോൺഫിഡൻസും മൊറയിലും ഇൻട്രസ്റ്റൊക്കെ തന്നെ കൂടാനും സഹായിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെല്ലാം തന്നെ അവർ ഈ കമ്പനീൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് അവരെയും കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് ഒക്കെ വന്നിട്ട് അവർക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷനൊക്കെ കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സമയമെടുക്കും. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ലീഡർ ഒറ്റയ്ക്കല്ല ഡിസിഷൻ എടുക്കുന്നത്, ഒരുപാട് പേരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് പെറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ്. പെറ്റേണലിസ്റ്റിക് ലീഡേഴ്സ് ബിലീവ് ചെയ്യുന്നത് അവർക്ക് കമ്പനിയിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഫാദേർലി അല്ലെങ്കിൽ ഒരു പെറ്റേണൽ സ്ഥാനമാണ് അവർക്കുള്ളത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സബോർഡിനേറ്റ്സിനെ എല്ലാം തന്നെ അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പേഴ്സിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുക. അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും ഈ പെറ്റേണലിസ്റ്റിക് ലീഡേഴ്സ്. സാധാരണ ഒരു ഹെഡ് ഓഫ് ദ ഫാമിലി അതിലെ മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പെറ്റേണലിസ്റ്റിക് ലീഡേഴ്സ് ചെയ്യുന്നത്. അവർ മാക്സിമം അവരുടെ സബോർഡിനേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും, ഗൈഡ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു പെറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമ്മളുടെ കമ്പനിയിൽ എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എല്ലാം തന്നെ കുറച്ചും കൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലാസ്റ്റ് വൺ ഈസ് കെറിസ്മാറ്റിക് ലീഡേഴ്സ്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് കെറിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. അതിൽ കെറിസ്മാറ്റിക് ലീഡേഴ്സിന് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പ്രത്യേക പവറുള്ള ആൾക്കാരാണ് കെറിസ്മാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഒരു ചാം, ഇതുകൊണ്ടൊക്കെ തന്നെ അവർ പെട്ടെന്ന് തന്നെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും, പെട്ടെന്ന് തന്നെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അവരുടെ പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതോറിറ്റി കൊണ്ടോ അവർക്ക് കിട്ടുന്ന ഫോളോവേഴ്സ് അല്ലാതെ അവരുടെ പേഴ്സണാലിറ്റി കൊണ്ട്, അവരുടെ ഒരു പേഴ്സണൽ ക്വാളിറ്റീസിനെ കൊണ്ടൊക്കെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്ന ഒരു പവറുള്ള ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് കെറിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കെറിസ്മാറ്റിക് ലീഡേഴ്സിന് എന്തോ ഇതൊരു സംതിങ് മാജിക് അല്ലേ, എന്തോ ഒരു മാജിക് പോലെയാണ് അവരെന്ന് പറയുന്നത്. അവർ വരുന്നു പെട്ടെന്ന് തന്നെ വിത്തിൻ എ ഫ്യൂ വേർഡ്സ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം അവരോട് ഇൻട്രാക്ട് ചെയ്താൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് അവരോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നും, നമ്മൾ അവരെ വല്ലാതെ അഡ്മയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലീഡേഴ്സാണ് കെറിസ്മാറ്റിക് ലീഡേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ MBO. MBOൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. MBO എന്ന് പറയുന്ന കോൺസെപ്റ്റ് പീറ്റർ എഫ് ഡ്രക്കറാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇൻ 1964. MBOന് വേറെയും പല പേരുകളുണ്ട്. മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്, ഇതെല്ലാം തന്നെ MBOൻ്റെ മറ്റ് പേരുകളാണ്.
ഈ MBO എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MBO എന്ന് പറയുന്നത് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ്. അത് എംഫസിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പെസിഫൈയിങ് ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ് എന്നുള്ളതിനാണ്. അതായത് ഓരോ ഓർഗനൈസേഷനും അവർക്ക് എന്ത് ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. ആ ഒബ്ജക്റ്റീവ്സ് സിമ്പിൾ ആൻഡ് ക്ലിയർ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് MBOയിൽ പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓരോ ഓർഗനൈസേഷനും സെർട്ടൈൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടാവും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത്തരം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസിനെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. ക്ലിയർ ടേംസിൽ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം ഒബ്ജക്റ്റീവ്സിനെ എന്നാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ജോലികളും തന്നെ, എല്ലാ പെർഫോമൻസും തന്നെ ഡയറക്റ്റ് ചെയ്യപ്പെടേണ്ടത് ടോട്ടൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്കായിരിക്കണം എന്നാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒരു കമ്പനിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ജോബുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിൽ ഓരോ ജോബ് അല്ലെങ്കിൽ ഓരോ പെർഫോമൻസും ഡയറക്റ്റ് ചെയ്യപ്പെടേണ്ടത് ടോട്ടൽ ഒബ്ജക്റ്റീവ്സ്, ഒരു കമ്പനീൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സിലേക്കായിരിക്കണം എല്ലാ ആക്ടിവിറ്റീസും ലീഡ് ചെയ്യേണ്ടത് എന്നാണ് MBO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, MBO is a system of management involving effective participation and involvement by each members of the organization. ഒരു കമ്പനിയിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ എന്ത് ചെയ്യണം, കമ്പനീൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് ടേക്ക് പാർട്ട് ചെയ്യണം. എല്ലാവർക്കും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ടോട്ടൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാമാണ് MBOനെ പറ്റിയിട്ട് പറയുന്നത്. Next question is, what is business ethics? Business ethics is nothing but the application of ethics in business. ബിസിനസ് പ്രാക്ടീസുകളിൽ എത്തിക്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് നോർമലി പറയുന്നത്. Generally, it's coming to know what is right or wrong in the workplace and doing what's right. അതായത് ഒരു വർക്ക് പ്ലേസിൽ, ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നതാണ് ശരി, എന്ത് ചെയ്യുന്നതാണ് തെറ്റ് എന്നുള്ളത് വേർതിരിച്ചറിയുന്നതും എന്നിട്ട് ശരിയായത് എന്താണോ അത് മാത്രം ഫോളോ ചെയ്യുന്നതിനെയുമാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു ഡിസൈഡിങ് വാട്ട് ഈസ് റൈറ്റ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ്. ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എക്സ്പ്ലെയിൻ ക്രൈസിസ് മാനേജ്മെൻറ്റ്. A crisis may be defined as a specific, unexpected, non-routine event or series of events that creates high levels of uncertainty. നമുക്കറിയാം, ബിസിനസ്സിലാവട്ടെ നമ്മളെ ഡേ ടു ഡേ ലൈഫിലാവട്ടെ എല്ലായിടത്തും ക്രൈസിസ് സംടൈംസ് ഒക്കെ അറിയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നമ്മളെ റുട്ടീൻ്റെ ഭാഗമല്ലാത്ത, അതായത് നോൺ റുട്ടീൻ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഒന്നിച്ച് വരാം. ഇതിനൊക്കെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മളുടെ ലൈഫിൽ അത് ഉണ്ടാക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈസിസ് ക്യാൻ ഹാപ്പൻ ടു ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ഓഫ് ക്രൈസിസുകൾ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ക്രൈസിസ് ആൻഡ് ഹൗ ടു റിസോൾവ് ദെം ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ പ്രിപ്പയർ ഫോർ എനി ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രൈസിസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ക്രൈസിസുകളെയൊക്കെ തന്നെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനും എന്ത് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ക്രൈസിസിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ഒക്കെ തന്നെ അത് എൻഷുർ ചെയ്യും. അല്ലാതെ നമ്മൾ പ്രോപ്പർ ടൈമിൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ സ്റ്റെബിലിറ്റീനെയും കണ്ടിന്യൂറ്റിനെയും ഒക്കെ തന്നെ ബാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ സേഫ് ഗാർഡിങ് ദ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് എ ബിസിനസ്. Next question is, explain MC Gregor's theory X and theory Y. MC Gregor പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 തിയറീസാണ് തിയറി എക്സും തിയറി വൈയും. അതിൽ തിയറി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രഡീഷണൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്. ഈ തിയറിയിലെ മെയിൻ തീം എന്ന് പറയുന്നത് പവർ ഇസ് സുപ്രീം എന്നുള്ളതാണ്. ഈ തിയറി പ്രകാരം എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്
ഒരു തരത്തിലുള്ള അതോറിറ്റിയും ഇല്ല. വർക്കേഴ്സ് ഹാവ് നോ അതോറിറ്റി, ബട്ട് അവർക്ക് ആകെയുള്ളത് റെസ്പോൺസിബിലിറ്റി മാത്രമാണ്, ജസ്റ്റ് ടു ഒബേ ഓർഡേഴ്സ്. മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ച് അതൊക്കെ ഒബേ ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ട്രഡീഷണൽ തിയറി പ്രകാരം എംപ്ലോയീസിൻ്റെ റോൾ എന്ന് പറയുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള പവറോ അതോറിറ്റിയോ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഈ തിയറി ഫോമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ മേജർ ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ എംപ്ലോയീസ് പാസീവ് ആണ്, അവരൊട്ടും ആക്റ്റീവ് അല്ല, അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല, ദേ ഡസ് നോട്ട് ലൈക്ക് ടു ഡു വർക്ക് എന്നുള്ളതാണ് ഈ തിയറീൻ്റെ അസംഷൻ. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് മസ്റ്റായിട്ടും നല്ല രീതിയിൽ കൺട്രോളും സൂപ്പർവിഷനും ഒക്കെ ആവശ്യമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് ഈ തിയറീൻ്റെ അസംഷൻ എന്ന് പറയുന്നത്. സോ ട്രഡീഷണൽ തിയറി ആയിട്ടുള്ള തിയറി എക്സ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, അവർ വെറും പാസീവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതോറിറ്റി കൊടുക്കേണ്ടതില്ല, അവർക്ക് ജസ്റ്റ് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അവർക്ക് സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് തിയറി എക്സിൽ പറയുന്നത്. ഇനി തിയറി വൈ എന്ന് പറയുന്നത് തിയറി എക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിയറിയാണ്. ഈ തിയറി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനൊരു ന്യൂ അപ്രോച്ചാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ തിയറി എംഫസിസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് എൻറ്റേവർ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ഒരു കോപ്പറേറ്റീവ് ആയിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഈ തിയറി ഫോക്കസ് ചെയ്യുന്നത് മിനിമം കൺട്രോളിൽ മാക്സിമം ഔട്ട്പുട്ട് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ജനറേറ്റ് ചെയ്യിക്കുന്നതിലാണ് ഈ തിയറി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തിയറി എംഫസിസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയാണ്. സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി അല്ല, ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് ഈ തിയറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ തിയറീൻ്റെ രണ്ട് അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയീസിന് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവരെല്ലാവരും ക്രിയേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള എംപ്ലോയീസിനെ നമ്മൾ ഒരുപാട് കൺട്രോൾ ഉപയോഗിച്ച് പണിയെടുപ്പിക്കേണ്ട കാര്യമില്ല. ഡീസെൻട്രലൈസ് ചെയ്തിട്ട് അതോറിറ്റിയും പവറൊക്കെ അവർക്കും കൂടി കൊടുത്ത് അവരെയും കൂടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കെടുപ്പിച്ച് ഒരു കോപ്പറേറ്റീവ് എൻറ്റേവർ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തിയറി വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ പോളിസി. പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജീരിയൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് പോളിസി എന്ന് പറയുന്നത്. എവറി ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പോളിസി അവർ ആദ്യം തന്നെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ബിസിനസ്സിൻ്റെ പോളിസി ഇതാണ്, ഇതിനെതിരെയായിട്ട് നമ്മളൊന്നും ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോളിസിയിൽ വരുന്നത്. അപ്പോൾ ഈ പോളിസി എന്ന് പറയുന്നത് ഭാവിയിൽ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പോളിസി എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ബിസിനസ് എടുക്കുന്ന ഓരോ ഡിസിഷൻസും തന്നെ ഈ പോളിസീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പോളിസി നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സ്റ്റാൻഡിങ് പ്ലാനായിട്ട് ആക്ട് ചെയ്യുന്നു. കമ്പനിയിൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പോളിസി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പോളിസി റിട്ടൺ ആയിട്ടോ വേർബലായിട്ടോ എല്ലാവരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്പനിയിലുള്ള എല്ലാ ലെവൽസിലുള്ള എംപ്ലോയീസിനും തന്നെ കമ്പനീൻ്റെ പോളിസീനെ പറ്റിയിട്ട് കറക്റ്റ് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പോളിസി നമ്മൾ റിട്ടൺ ആയിട്ടോ വേർബലായിട്ടോ എല്ലാവരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിലായിരിക്കും പോളിസി ഫ്രെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പോളിസി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും കൺസിഡർ ചെയ്തിട്ടായിരിക്കും പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ആൻഡ് പോളിസി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. റിജിഡ് ആയിട്ടുള്ള ഒരു പോളിസി അല്ല ബിസിനസ് സ്ഥാപനങ്ങൾ ഫ്രെയിം ചെയ്യുക. ഫ്ലെക്സിബിൾ ആയിരിക്കും. ബിസിനസ്സിൻ്റെ എൻവയൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടും മറ്റ് ഫാക്ടേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും പോളിസിയിലും നമുക്ക് ഭാവിയിൽ ചേഞ്ചുകൾ വരുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ പോളിസി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. സോ ഇൻ ഷോർട്ട്, പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പോളിസി. ഈ പോളിസി എന്ന് പറയുന്നത് ഭാവിയിൽ എന്ത് ഡിസിഷൻസ് എടുക്കുമ്പോഴും ആ ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമ്മളെ കറക്റ്റ് ഡയറക്ഷനിലോട്ട് നയിക്കുന്ന ഒരു സ്റ്റാൻഡിങ് പ്ലാനാണ് പോളിസി എന്ന് പറയുന്നത്. പോളിസി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിട്ടൺ ആയിട്ടോ വേർബലായിട്ടോ നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യും. അത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ അത്രയും സിമ്പിൾ ടേംസിലായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പോളിസി ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിലെ എല്ലാ ആസ്പെക്റ്റും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം പോളിസി ഫ്രെയിം ചെയ്യേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയിട്ട് കാണുക. ആൻഡ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതാണ് മെയിനായിട്ടും ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന അടുത്ത ഫങ്ഷനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് ഇസ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഫോളോസ് പ്ലാനിങ്. പ്ലാനിങ് കഴിഞ്ഞ് ഉടനെ വരുന്ന, പ്ലാനിങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന അടുത്ത സ്റ്റെപ്പാണ് അല്ലെങ്കിൽ അടുത്ത ഫങ്ഷനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി തന്നെയാണ്. ആൻഡ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടേക്ക് പ്ലേസ്. ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ടേമിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ 3 കാര്യങ്ങളെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സുകളെ, നമ്മളെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ, പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സ്, ഫണ്ട്, ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന അസെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെ, അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ടാൻജിബിൾ ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഈ 3 റിസോഴ്സുകളെയും കമ്പൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ ഓർഗനൈസിങ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഫിസിക്കൽ റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ്, ഈ 3 കാര്യങ്ങളെയും കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സിങ്ക്രണൈസ് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഈ 3 റിസോഴ്സസും ഒരു ബിസിനസ്സിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 3 റിസോഴ്സസിനെയും കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഓർഗനൈസിങ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഓർഗനൈസിങ് ഇസ് ദ മാനേജീരിയൽ ഫങ്ഷൻ ഓഫ് അറേഞ്ചിങ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ടു വർക്ക് ടുവേർഡ്സ് എ ഗോൾ. നമ്മളെ കമ്പനിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സുകളെയും എല്ലാം തന്നെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ എസ്പിരിറ്റ് ഡീകോപ്സ്. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓൾഡ് സേയിങ് ഉണ്ട്, യൂണിയൻ ഇസ് സ്ട്രെങ്ത് എന്ന് പറയും. ഒരു പഴയ ഒരു ചൊല്ലുണ്ട്, യൂണിയൻ ഇസ് സ്ട്രെങ്ത്. ആ ഒരു ചൊല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള, ആ ഒരു സേയിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമ്മളുടെ മൊത്തം ഓർഗനൈസേഷനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് അല്ലെങ്കിൽ എഫിഷ്യൻസി അതൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് ആ ഓർഗനൈസേഷൻ്റെ ടീം സ്പിരിറ്റ്, അതനുസരിച്ചിരിക്കും ആ ഓർഗനൈസേഷൻ്റെ സക്സസ്സും എഫിഷ്യൻസിയും എന്നൊക്കെ പറയുന്നു. നമ്മളെ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു ഹാർമണി ഉണ്ടെങ്കിൽ, നല്ലൊരു യൂണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്ത് അത്രയും അധികമായിരിക്കും, അത്രയും എഫിഷ്യൻസി ഉണ്ടാവും എന്നൊക്കെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിയും ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിമം എത്ര മൂവ്മെൻറ്റ്സ് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവ്മെൻറ്റ്സ് റിക്വയർഡ് ബൈ ആൻ എംപ്ലോയി ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയി ഒരു ആവറേജ് ആയിട്ട് എത്ര മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഓരോ എംപ്ലോയീസും എത്ര മൂവ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോഷൻ സ്റ്റഡി ചെയ്യുന്നത്. സോ മോഷൻ സ്റ്റഡി എന്താണെന്നുള്ളത് നോട്ട്സിൽ പറയുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് which are involved in doing a work, thereby unnecessary movements are eliminated. The main objective of this study is to determine and eliminate unnecessary and wasteful movements. അൺനെസറി ആയിട്ടുള്ള വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിനിമം എത്ര മൂവ്മെൻറ്റ്സ് ആവശ്യമായി വരും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും അവരെടുക്കുന്ന മൂവ്മെൻറ്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അൺനെസറി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.